ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാക്കുന്ന പതിവ് പോലെ ഇന്ന് കുറച്ച് നേരം വൈകി വീഡിയോ ചെയ്യാൻ ഇപ്പോൾ കുറച്ച് തിരക്കായി പോയിട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് ചെറിയൊരു വീഡിയോ എന്തായാലും ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ അധികം മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ കോഴികളായതുകൊണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അയച്ചു വിട്ടാട്ടോ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മഴപ്പാറൊക്കെ ചിലപ്പോൾ കൊണ്ടാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് അസുഖവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അസുഖം വരിക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് കഫക്കെട്ടാണ്. അവർക്ക് വേഗം കഫക്കെട്ട് വന്ന് തൂങ്ങി ഇങ്ങനെ നിൽക്കുകയായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയൊരു പച്ചമരുന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്, മഴയൊക്കെ കൊണ്ടാൽ പെട്ടെന്ന് ഈ ജലദോഷമാണ് വേഗം വരിക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കും കുറച്ച് മഴപ്പാലൊക്കെ കൊണ്ടാൽ തന്നെ മതി, കഫക്കെട്ടൊക്കെ വേഗം പിടിക്കും. പിന്നെ അതുമല്ല, പിന്നെ കഫക്കെട്ടൊക്കെ വന്നാൽ പിന്നെ അവരിങ്ങനെ കുറച്ച് ദിവസം തൂങ്ങിയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, അത് ചത്തു പോവുകയും ചെയ്യും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് തണുപ്പ് അടിക്കുമ്പോഴേക്കും കഫക്കെട്ട് വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് ചൂട് കൊടുക്കുക. നമ്മൾ ബ്രൂഡറിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പോൾ ഒരു മാസമോ മഴയ്ക്കനുസരിച്ച് നമ്മൾ അവർക്ക് ആ ഒരു ചൂട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തൂങ്ങി നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് മരുന്ന് മാത്രം കൊടുത്താൽ പോരാ, അത്യാവശ്യം ഒരു ചൂടും കൂടി കിട്ടണം. അപ്പോൾ നമ്മളെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കഫക്കെട്ടോ തുമ്മലൊക്കെ വന്നാൽ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നോക്കാം. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനും വീട്ടിൽ ഇപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞ് നമ്മൾ കോഴിനെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ആദ്യമൊക്കെ പേടിയാണ്, കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനും പെട്ടെന്ന് ചത്തുപോകുമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ച് എന്താ പറയുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഈ ഒരു കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊക്കെ നമ്മൾ ഈ ഒരു മരുന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയട്ടോ. പിന്നെ കിയാർനെല്ലി, തുളസിയുടെ ഇലയായിട്ട് എടുത്തത്. ഇതാണ് കിയാർനെല്ലി, നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഈ ഇലൻ്റെ അടിയിൽ ചെറിയൊരു തുരുതുരാന്ന് പറഞ്ഞിട്ടൊരു കായ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ നിപ്പിളിലോ അല്ലെങ്കിൽ സിറിഞ്ചിലൊക്കെ ഒരു കൊടുക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഒരു വലിയ കോഴികൾക്കൊക്കെ ആണെങ്കിൽ വായിലേക്ക് ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ വായിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. അവർ വേഗം മെഴുകിക്കോളും. പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. ഇത് നമ്മളൊരു 3-4 ദിവസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മളൊരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മളിത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ തുളസിയുടെ ഇലയും പനിക്കൂർക്കലൊക്കെ ഉണ്ടെങ്കിൽ, പച്ചമഞ്ഞളൊക്കെ നല്ലതാണ് നമ്മളെ വീട്ടിൽ. ഞാനിവിടെ നട്ട് വളർത്തിയതാട്ടോ നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ അരച്ച് കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ തീറ്റയിലൊക്കെ മിക്സാക്കി കൊടുത്താൽ നല്ലതാണ്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷിയും അതേപോലെ തന്നെ അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരില്ല. കഫക്കെട്ടൊക്കെ വന്നാൽ തന്നെ പെട്ടെന്ന് മാറുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ വീട്ടിൽ ഇങ്ങനെ തന്നെയായിട്ട് ചെയ്ത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ അസുഖം കാര്യങ്ങളൊന്നും ഇങ്ങനെ വരില്ല. വന്നാൽ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് ഇവർക്ക് കഫക്കെട്ടാണല്ലോ വരിക. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 ദിവസം കൊടുക്കുമ്പോൾ തന്നെ മാറാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മരുന്ന് മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ചൂടും കിട്ടണം. ഇതേപോലെ തള്ളക്കോയിൻ്റെ അടുത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല, തള്ളക്കോയിൻ്റെ കിട്ടുന്നിടത്തുള്ള ആ ചൂട് മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ ബൾബ് വെച്ചിട്ട് നമ്മൾ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കൂട്ടിലൊരു ബൾബ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അവർക്ക് അത്യാവശ്യത്തിന് വേണ്ട ചൂട് അവർ ബൾബിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് അവർക്ക് ആവശ്യത്തിലുള്ള ചൂട് അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ മുമ്പോട്ട് മഴയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു തണുപ്പ് സമയത്ത് വളർത്തിയെടുക്കാൻ ഭയങ്കര ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടല്ല, ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വലിയതായാലല്ലേ നമുക്ക് അവരെ കിട്ടിയിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.